മലങ്കര കാത്തലിക് ടി.വിയുടെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ പരമ്പരയിലൂടെ ആഗോള കത്തോലിക്ക സഭ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന വിശുദ്ധരെ പരിചയപ്പെടുകയാണല്ലോ. ആ വിശുദ്ധരുടെ പുണ്യജീവിതം നമുക്ക് നൽകുന്ന പ്രചോദനത്തിലും അവരെ നമുക്ക് തന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിനും നമുക്ക് നന്ദി പറയാം. നവംബർ 29 വിശുദ്ധ സാനിറ്റിയൻ അല്ലെങ്കിൽ വിശുദ്ധ സത്രൂനീസു എന്ന രക്തസാക്ഷിയാണ് നാം അനുസ്മരിക്കുന്നത്. 257 രക്തസാക്ഷിത്വം വരിച്ച പുണ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് രേഖകളൊന്നും തന്നെ ലഭ്യമല്ല. 245 ഫേബിയൻ മാർപ്പാപ്പ വിശുദ്ധ സാറ്റിയനെ ഗാളിൽ സത്യവിശ്വാസം പ്രചരിപ്പിക്കുവാൻ നിയോഗിച്ചതായി രേഖകൾ കാണിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ആൾസിലെ പ്രഥമ മെത്രാനായിരുന്ന വിശുദ്ധ ത്രോഫിമോസ് നല്ല സുവിശേഷ വേല നിർവഹിച്ചിരുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ സാറ്റിയനിൻ വളരെ സ്തുത്യർഹമായ ശുശ്രൂഷ നിർവഹിച്ചു. 250 സാറ്റിയാനെ ടൂളിൻ്റെ മെത്രാനായി നിയോഗിക്കപ്പെട്ടു. അദ്ദേഹം വലിയ സുവിശേഷ ശുശ്രൂഷ ആണ് അവിടെ നടത്തിയത്. ആ പ്രദേശത്തെ വിഗ്രഹാരാധകരായ ജനങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഈ സുവിശേഷ വേല അദ്ദേഹത്തിന് അനവധി ശത്രുക്കളെ നേടിക്കൊടുത്തു. പ്രത്യേകിച്ച് വിഗ്രഹാരാധകരും വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതവുമായി ധനസമ്പാദനം നടത്തിയിരുന്ന ആളുകളും. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുണ്യവാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു പ്രധാന വിജാതീയ ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് ക്യാപിറ്റോൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ആ ക്ഷേത്രത്തിലെ ദേവന് പ്രവചനശക്തിയുണ്ട് എന്ന ആളുകൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ വിശുദ്ധ സാനിറ്റിയൻ ക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടി പോകുമ്പോൾ ദേവൻ്റെ പ്രവചനശക്തി ഇല്ലാതാകുന്നതായി കണ്ടു. കോവാകുലരായ ക്ഷേത്ര പൂജാരികൾ വിശുദ്ധനെ പിടിച്ചു വലിച്ച് ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു, ഒന്നുകിൽ ആ വിഗ്രഹത്തിന് നീ ബലിയർപ്പിക്കുക, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വധിക്കും. വിശുദ്ധൻ ശാന്തനായി മറുപടി പറഞ്ഞു, ഞാൻ ഏക സത്യദൈവത്തെ മാത്രമേ ആരാധിക്കൂ. നിങ്ങളുടെ ദൈവം പിശാചുക്കളാണ്. അവർ നിങ്ങളുടെ കാളകളെ സമർപ്പിച്ചുള്ള ബലികളെക്കാൾ സന്തോഷിക്കുന്നത് നിങ്ങളുടെ ആത്മാക്കളുടെ നാശത്തിലാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഒരു ക്രിസ്ത്യാനിയുടെ മുമ്പിൽ വിറയ്ക്കുന്ന ഒരു ദൈവത്തെ ഞാൻ എന്തിന് ഭയപ്പെടണം? അവർക്ക് കോപം വർദ്ധിച്ചു. അവർ സാനിറ്റിയനെ പല വിധത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചു. പിന്നീട് ക്ഷേത്രത്തിൽ ബലി കൊടുക്കാൻ കൊണ്ടുവന്ന ഒരു കാളക്കൂറ്റിൻ്റെ കാലുകളിൽ പുണ്യവാനെ ബന്ധിച്ച് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഓടിച്ചു. തലയോട് തകർന്ന് തലച്ചോർ ചിതറി പുണ്യവാൻ മരിച്ചു. ആ മൃതശരീരവുമായി ആ കാളക്കൂറ്റൻ കുന്നിൻചരിവിൽ പാഞ്ഞു നടന്നു. ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ചിന്നിച്ചിതറി. 2 ഭക്തസ്ത്രീകൾ പുണ്യവാൻ്റെ ലഭിച്ച ശരീരഭാഗങ്ങൾ ഒരു പേടകത്തിലാക്കി രഹസ്യമായി സൂക്ഷിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത്, മതപീഡനം അവസാനിച്ച കാലത്ത്, ഈ പേടകം അന്ന് ടൂളിലെ മെത്രാനായിരുന്ന ഹിലാരി ഒരു ചാപ്പൽ നിർമ്മിച്ച് അവിടെ അടക്കം ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അധികാരമേറ്റപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനം റോമാ സാമ്രാജ്യത്തിൽ അവസാനിച്ചു എന്നുള്ളത്. ആ കാലത്ത് ടൂളിലെ മെത്രാനായിരുന്ന ഹിലാരി ആ പുണ്യശരീരം അടക്കം ചെയ്തിരുന്ന ഇടത്ത് ഒരു ചാപ്പൽ നിർമ്മിച്ചു. 4-ാം നൂറ്റാണ്ടിൽ സിൽവിയസ് മെത്രാൻ ആ സ്ഥാനത്ത് ഒരു മനോഹരമായ ദേവാലയം നിർമ്മിച്ചു. അക്ഷരാർത്ഥത്തിൽ അവസാനത്തെ തുള്ളി രക്തം വരെ ചൊരിഞ്ഞ ധീര രക്തസാക്ഷി. അന്യദേവ ആരാധനയേക്കാൾ മരണമാണ് അഭികാമ്യമെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധൻ. വിശ്വാസ വിഷയങ്ങളിൽ കലർപ്പില്ലാതെ പരിപാലിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മാർഗദർശിയാണ് ഈ പുണ്യവാൻ. നവംബർ 30 അന്ത്രയോസ് ലീഹയുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. 12 അപ്പോസ്തലന്മാരിൽ ഒരുവനും വിശുദ്ധ പത്രോസ് ലീഹയുടെ സഹോദരനുമാണ് വിശുദ്ധ അന്ത്രയോസ്. സമാന്തര സുവിശേഷങ്ങളിലെ വിവരണങ്ങൾ അനുസരിച്ച് മീൻപിടുത്തക്കാരായ അന്ത്രോസിനെയും പത്രോസിനെയും യേശു വിളിച്ചത് മനുഷ്യരെ പിടിക്കാനാണ്. ഒലിവ് മലയിൽ വെച്ച് ലോകാവസാനത്തിൻ്റെ അടയാളം എന്തായിരിക്കുമെന്ന് ചോദിച്ച പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിനോടൊപ്പം വിശുദ്ധ അന്ത്രയോസും ഉണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വിവരണം അനുസരിച്ച് ശിഷ്യന്മാരുടെ പട്ടികയിൽ 1-ാമത്തെ പേരാണ് വിശുദ്ധ അന്ത്രയോസിൻ്റേത്. യേശുവിൻ്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് ഇദ്ദേഹം സ്നാപ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. അന്ത്രയോസിൻ്റെ അനുജനാണ് യേശു പത്രോസ് എന്ന് വിളിച്ച ശിമിയോൻ എന്ന് നമുക്കറിയാം. യേശുവിനെ കണ്ട അന്ത്രയോസ് അനുജനായ ശിമിയോനോട് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞ് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ
യേശു അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് നൽകിയ സംഭവത്തിൽ നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശു തമ്പുരാൻ ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ബാലൻ്റെ പക്കൽ 5 അപ്പവും 2 മീനുമുണ്ട് എന്ന് പറഞ്ഞത് അന്ത്രയോസാണ്. പെന്തിക്കുസ്തയ്ക്ക് ശേഷം അന്ത്രയോസ് കപ്പദോക്യ, ഗലാത്യ, ബിഥീലിയ, സിഥിയ, റഷ്യ, ത്രേയിസ്, മസഡോണിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ സുവിശേഷ ശുശ്രൂഷ നിർവഹിച്ചു. അക്കായിലെ പാത്ര എന്ന സ്ഥലത്ത് വെച്ചാണ് രക്തസാക്ഷിത്വം വരിച്ചത്. സ്ലീഹായെ ആദ്യം അതികഠിനമായി അവർ പ്രഹരിച്ചു. പിന്നീട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എക്സിൻ്റെ ആകൃതിയിലുള്ള ഒരു കുരിശിൽ തറച്ചു. 2 ദിവസം അദ്ദേഹം കുരിശിൽ കിടന്നു. ജീവനോടെ കുരിശിൽ കിടക്കുമ്പോൾ അവർ അദ്ദേഹത്തെ തുടർന്നും പീഡിപ്പിച്ചു. തന്നെ പീഡിപ്പിച്ചവരോട് പരിഭവം കാണിക്കാതെ തങ്ങളുടെ പീഡനത്തിൻ്റെ കാഠിന്യം കുറയ്ക്കണ്ട എന്നാണ് പുണ്യവാൻ ആവശ്യപ്പെട്ടത്. ഇളയ സഹോദരനായ വിശുദ്ധ പത്രോസിൻ്റെ പിന്നിൽ ഒരു നിഴലായി നിന്ന സ്ലീഹ വലിയ സുവിശേഷ വേല നടത്തി സന്തോഷത്തോടെ രക്തസാക്ഷിത്വം വരിച്ചവൻ. തൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ സമയത്തും തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ പീഡനങ്ങളിൽ പരാതിപ്പെടാതിരുന്ന വിശ്വാസ വീരൻ. ഈ പുണ്യവാന്, ഈ സ്ലീഹ നമുക്ക് മധ്യസ്ഥനും മാതൃകയും ആയിരിക്കട്ടെ. ഡിസംബർ 1 വിശുദ്ധ എലീജൂസിൻ്റെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. ഫ്രാൻസിലെ കത്തോലാത്ത് എന്ന സ്ഥലത്ത് വിദ്യാസമ്പന്നരും പൊതുസ്വാധീനമുള്ള റോമൻ ഫ്രഞ്ച് പശ്ചാത്തലമുള്ള ഒരു ദൈവഭയമുള്ള കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. 588 ജൂൺ 1 ഇദ്ദേഹം ജനിച്ചു. ഒരു അസാധാരണ പ്രതിഭയായിരുന്നു ഇദ്ദേഹം. ബാലൻ്റെ അസാധാരണ പ്രതിഭയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ എലിജൂസിനെ ഫിമോഗായിലെ സ്വർണ്ണപ്പണിയിൽ അതിവിദഗ്ധനായ ആബോ എന്ന ആളിൻ്റെ അടുത്ത് പരിശീലനത്തിന് അയച്ചു. പിന്നീട് എലിജിയൂസ് ഫ്രാൻസിലെ ഭണ്ഡാര സൂക്ഷിപ്പുകാരന ബാബോയുടെ കീഴിൽ പരിശീലനം നടത്തി. ബാബോ ഇദ്ദേഹത്തെ ഫ്രാങ്കുകളുടെ രാജാവായ ക്ലോയക്ടർ II പരിചയപ്പെടുത്തി. വിദഗ്ധനായ ഈ ചെറുപ്പക്കാരൻ്റെ കഴിവിൽ ആകൃഷ്ടനായ രാജാവ് അദ്ദേഹത്തെ സ്വർണവും രത്നങ്ങളും മറ്റും ഉപയോഗിച്ച് മനോഹരമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചു. ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: രാജാവ് സ്വർണവും രത്നങ്ങളും ഉപയോഗിച്ച് ഒരു സിംഹാസനം നിർമ്മിക്കുന്നതിനും അതിനാവശ്യമായ വസ്തുക്കൾ മാത്രം നൽകി അദ്ദേഹത്തോട് നിർമ്മിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ രാജാവ് നൽകിയ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് മറ്റ് കലർപ്പുകൾ ഒന്നും നടത്താതെ ഗുണനിലവാരമുള്ള 2 സിംഹാസനങ്ങൾ നിർമ്മിച്ച് അദ്ദേഹം നൽകി. അതീവ സന്തുഷ്ടനായ രാജാവ് എലിജൂസിനെ സ്വർണ്ണ ഖനികളുടെ നിയന്താവായി നിയമിച്ചു. ഈ കാലയളവിൽ അദ്ദേഹം പല വിശുദ്ധരുടെയും കബറിടങ്ങളും തിരുശേഷിപ്പ് പേടകങ്ങളും മനോഹരമായ ശില്പവേലകൾ നടത്തി അലങ്കരിച്ച് നൽകി. ക്ലോയറ്റർ രാജാവിന് ശേഷം അധികാരമേറ്റ ഡോക്പറ്റ് രാജാവ് ഇദ്ദേഹത്തെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിച്ചു. അനേകം ഭരണാധികാരികളും നയതന്ത്രജ്ഞരും ഉപദേശം തേടി ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമായിരുന്നു. തൻ്റെ ഉന്നത പദവിയുടെ ആനുകൂല്യത്തിൽ അദ്ദേഹം ആളുകളിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് പാവങ്ങൾക്ക് കൊടുത്തു. അതുപോലെ തന്നെ അടിമകളെയും തടവുകാരെയും സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടി പണം നൽകി. വസ്ത്രധാരണത്തിൽ ഇദ്ദേഹം അസാധാരണത്വം പുലർത്തി. പരിക്കൻ വസ്ത്രങ്ങൾ ധരിച്ച് അതിന് പുറത്ത് തൻ്റെ സ്ഥാനത്തിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. അസാധാരണമായ പ്രാർത്ഥനാ ജീവിതം ഉള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. കണ്ണുനീരൊഴുക്കി ദീർഘമായി പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക അഭിഷേകം ഇദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് നൽകിയിരുന്നു. വധിക്കപ്പെട്ട കുറ്റവാളികളുടെ മൃതദേഹം എടുത്ത് മാന്യമായി സംസ്കരിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അദ്ദേഹം രാജാവിൻ്റെ അനുവാദത്തോടെ സന്യാസ ഭവനങ്ങൾ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ കഠിനമായ ഐറിഷ് സന്യാസ രീതിയിലുള്ളതായിരുന്നു. ബസിലിക്ക ഉൾപ്പെടെ അനേകം ദേവാലയങ്ങൾ അദ്ദേഹം നിർമ്മിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭയിൽ നിലനിന്നിരുന്ന ചില തെറ്റായ പ്രവണതകൾക്ക് അദ്ദേഹം അറുതി വരുത്തി. അനേകം വിജാതീയരെ ക്രിസ്തുമാർഗത്തിലേക്ക് കൊണ്ടുവന്നു. 660 ഡിസംബർ 1 നിര്യാതനായി. സ്വർണ്ണപ്പണിക്കാരുടെയും കരകൗശല വിദഗ്ധരുടെയും പ്രത്യേക മധ്യസ്ഥനാണ് ഇദ്ദേഹം. ഉന്നത കുലജാതനായിട്ടും ഏറ്റവും ലളിതമായ ജീവിതം സന്തോഷത്തോടെ നയിച്ച വ്യക്തി. സമ്പത്ത് പാവങ്ങൾക്ക് നൽകാനുള്ളതാണ് എന്നുള്ള വലിയ സന്ദേശം ജീവിതത്തിൽ പകർത്തി കാണിച്ച പുണ്യവാന്. കുറ്റവാളികളുടെ മൃതദേഹം പോലും ആദരവോടെ സംസ്കരിച്ച് മാതൃക കാണിച്ച പുണ്യവാൻ. ഭൗതിക ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴും സുവിശേഷ ശുശ്രൂഷയും ചേർന്ന് നിർവഹിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന പുണ്യവാൻ.
ഡിസംബർ 2 വിശുദ്ധ ബിബിയാനെയാണ് നാം അനുസ്മരിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിലെ ധീര രക്തസാക്ഷിയാണ് ഈ കന്യകയായ വിശുദ്ധ. റോമിലെ പ്രീഫെക്റ്റ് ആയിരുന്ന ഫ്ലേവിയൻ്റെ മകളാണ്. മാതാവിൻ്റെ പേര് സഫോസ എന്നായിരുന്നു. ഡിമെൻട്രി ആയിരുന്നു ഏക സഹോദരി. ഇവരെല്ലാം സത്യവിശ്വാസത്തിന് വേണ്ടി പീഡനം സഹിക്കുകയും ജീവൻ നൽകുകയും ചെയ്തവരാണ്. ക്രിസ്തുമതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തി 363 അപ്രോണിയോസിനെ റോമിൻ്റെ ഗവർണറായി നിയമിച്ചു. ക്രിസ്തുമത വിരോധിയായ ഇയാൾ ഏറ്റവും ക്രൂരമായ പീഡനം അഴിച്ചുവിട്ടു. സിബിയായുടെ മാതാപിതാക്കളെ തടവിലാക്കി, സ്വത്തുക്കൾ കണ്ടുകെട്ടി, ക്രൂരമായി പീഡിപ്പിച്ചു, അവസാനം വധിച്ചു. സിബിയായുടെയും സഹോദരി ദിമിത്രിയെയും കൊടിയ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു. മതപീഡകരുടെ ഈ പീഡനങ്ങളുടെ കാലത്തും ഈ സഹോദരിമാർ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവാശ്രയത്തിലും ജീവിതം മുന്നോട്ട് നീക്കി. വിശ്വാസം ത്യജിക്കാൻ ഇവർക്ക് കഠിന പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. ശാരീരികമായ പീഡനങ്ങളിലൂടെ അവർ വിശ്വാസം ത്യജിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അവരെ ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കി. ദെമത്രിയ തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞു ആ ക്രൂര ഭരണാധികാരിയുടെ മുമ്പിൽ മരിച്ചു വീണു. ഗവർണർ ബിബിയായെ വിശ്വാസത്യാഗിയാക്കുന്നതിന് ദുഷ്ടയായ റൂഫിയ എന്ന സ്ത്രീയെ ഏൽപ്പിച്ചു. ക്രൂരമായി പീഡിപ്പിക്കുകയും മറ്റു പല മാർഗങ്ങളിലൂടെയും പ്രലോഭിപ്പിക്കുകയും ചെയ്തിട്ടും ഈ കന്യക അവളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. അവളുടെ കന്യകാത്വം നഷ്ടപ്പെടുത്തുന്നതിനോ വിശ്വാസം ത്യജിക്കുന്നതിനോ അവൾ തയ്യാറായില്ല. ബിബിയായെ വധിക്കുന്നതിനായി ഒരു തൂണിൽ കെട്ടിയിട്ട് മാരകമായ ചാട്ട കൊണ്ട് അടിക്കുന്നതിന് ഉത്തരവായി. അവൾ ആ മർദ്ദനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ബിബിയായുടെ മൃതശരീരം വന്യമൃഗങ്ങൾക്ക് കടിച്ചു കീറാനായി 2 ദിവസം തുറസായ സ്ഥലത്ത് ഇട്ടു. എന്നാൽ ഒരു മൃഗവും ആ പുണ്യശരീരത്തെ സ്പർശിച്ചില്ല. 2 ദിവസത്തിന് ശേഷം ജോൺ എന്ന വൈദികൻ ആ പുണ്യശരീരം അവളുടെ ഭവനത്തിൽ അവളുടെ മാതാവിൻ്റെയും സഹോദരിയുടെയും ശവകുടീരങ്ങൾക്ക് സമീപം സംസ്കരിച്ചു. അപസ്മാര രോഗികൾ, മാനസിക രോഗികൾ, ഏകസ്ഥരായ സ്ത്രീകൾ, പീഡനത്തിന് ഇരയാകുന്നവരുടെയൊക്കെ പ്രത്യേക മധ്യസ്ഥയാണ്. വിശ്വാസത്തിന് വിലയായി ഒരു കുടുംബം മുഴുവൻ ജീവൻ നൽകിയവരെക്കുറിച്ചാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചത്. തൻ്റെ കന്യത്വം സംരക്ഷിക്കുന്നതിനായി കഠിന പീഡ സഹിച്ച ഒരു ബാലിക, കഷ്ടതയുടെ നടുവിലും പ്രാർത്ഥനയിലും ഉപവാസവും അനുഷ്ഠിച്ച് മാതൃകയായവൾ. ഇവരുടെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഡിസംബർ 3 നമുക്ക് സുപരിചിതനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളാണ്. സ്പെയിനിലെ നവരായിലുള്ള സേവ്യർ പ്രഭു കുടുംബത്തിൽ 1506 ഏപ്രിൽ 7 ജനിച്ചു. ബൊളോവിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ഉന്നത ബിരുദം നേടി. ഒരു നല്ല കായിക താരമായിരുന്നു ഫ്രാൻസിസ്. പാരീസ് യൂണിവേഴ്സിറ്റിയുടെ ബിയാവാസ് കോളേജിൽ അധ്യാപകനായി അദ്ദേഹം കുറേ കാലം ജോലി ചെയ്തു. സമ്പത്തിൻ്റെയും യുവത്വത്തിൻ്റെയും ആഡംബരങ്ങളിൽ അഭിരമിച്ച് ജീവിച്ച ചെറുപ്പക്കാരൻ. ഈ ജീവിതത്തിന് മാറ്റം വരുത്തിയത് ഈശോ സഭാ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോളയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം ഫ്രാൻസിസിനോട് ആവർത്തിച്ച് അനുസ്മരിപ്പിച്ചുകൊണ്ടിരുന്നു ഇഗ്നേഷ്യസ് ലയോള. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? സ്വന്തം ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും? ഈ വചനം നിരന്തരം ഫ്രാൻസിസിനോട് പറഞ്ഞെങ്കിലും ആദ്യഘട്ടങ്ങളിലൊന്നും ഫ്രാൻസിസിന് ഒരു മാറ്റവും ഉണ്ടായില്ല. തൻ്റെ സുഖലോലുപതയിലും ആഡംബരത്തിലും അദ്ദേഹം ജീവിച്ചു. എന്നാൽ കാലക്രമേണ ഈ വാക്കുകൾ ഫ്രാൻസിസിൽ മാറ്റം വരുത്തി. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഫ്രാൻസിസ് ഇഗ്നേഷ്യത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് 1534 ആഗസ്റ്റ് 15 മറ്റ് 6 പേരോടുകൂടി ചേർന്ന് ആധ്യാത്മിക പരിശീലനം ആരംഭിച്ചു. അവർ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, മാർപ്പാപ്പാടുള്ള അനുസരണം എന്നിവ വ്രതങ്ങളായി സ്വീകരിച്ചു. 1537 ജൂൺ 24 വെനീസിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. വെനീസ്, ബൊളാത്ത, മൊമ എന്നീ സ്ഥലങ്ങളിൽ കുറേ കാലം പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു. 1541 ഏപ്രിൽ 7 തൻ്റെ 35-ാം വയസ്സിൽ ലെസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം യാത്ര തിരിച്ചു. 1542 മെയ് 6 ഗോവയിൽ എത്തി. അദ്ദേഹം ഒരു വിനീത വൈദികനായി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ ജോലി ചെയ്തു. സൈനികരുടെ ദുർനടപ്പുകളെ അദ്ദേഹം തിരുത്തുവാൻ ശ്രമിച്ചു. ഇതുകൊണ്ട് അവരുടെ അപ്രീതിക്കും ശത്രുതയ്ക്കും പാത്രമായി. അദ്ദേഹത്തിന് അവരുടെ ദ്രോഹം സഹിക്കേണ്ടി വന്നു. പക്ഷേ ക്ഷമയോടെ ഈ ദ്രോഹങ്ങളൊക്കെ അദ്ദേഹം സഹിച്ചു. ഫ്രാൻസിസ് തൻ്റെ മിഷണറി ശുശ്രൂഷ കൂടുതൽ തീക്ഷ്ണതയോടെ നിർവഹിച്ചു. ഇന്ത്യ, മലാക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലായി 10 വർഷം
കഠിനമായി സുവിശേഷത്തിനു വേണ്ടി അധ്വാനിച്ചു. ഒരു ദരിദ്രൻ്റെ ജീവിതമാണ് അദ്ദേഹം ജീവിച്ചത്. സാധാരണക്കാരുടെ ഭക്ഷണക്രമവും ജീവിത രീതികളുമാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം 3 ലക്ഷത്തിലധികം പേർക്ക് മാമോദിസ നൽകി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വഴി സംഭവിച്ചു. ജപ്പാനിലേക്കുള്ള യാത്രാമധ്യേ ഹോങ്കോങ്ങിനടുത്തുള്ള സാൻസിയൻ ദ്വീപിൽ വെച്ച് 1552 ഡിസംബർ 2 ഈ മിഷണറി വീരൻ ടൈഫോയിഡ് ബാധിച്ച് മരിച്ചു. മൃതശരീരം ആദ്യം സൽസ്യാൻ ദ്വീപിൻ്റെ തീരത്ത് സംസ്കരിച്ചു. പിന്നീട് മൃതശരീരം അവിടുന്ന് എടുത്ത് പോർച്ചുഗീസ് മലാക്ക ദ്വീപിലെ വിശുദ്ധ പൗലോസിൻ്റെ ദേവാലയത്തിൽ 1553 മാർച്ച് 22 സംസ്കരിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം മൃതശരീരം അവിടെ നിന്നും എടുത്ത് ഗോവയിൽ കൊണ്ടുവന്നു. വിശുദ്ധൻ്റെ ജീർണിക്കാത്ത ശരീരം ഇപ്പോഴും ഗോവയിലെ ബോൺ ജീസസ് ബസിലിക്കായിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1622 മാർച്ച് 12 ഗ്രിഗറി 15 മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മിഷണറിമാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. യൗവനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആഡംബരം ഉപേക്ഷിച്ചവൻ, പരിചയമില്ലാത്ത ദേശത്ത് പരിചയമില്ലാത്ത ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ അവിടെ പോയി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത വലിയ വിശ്വാസ വീരൻ. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഈ പുണ്യവാൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഡിസംബർ 4 വിശുദ്ധ ജോൺ ഡയമസിനെയാണ് നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. വേദപാരംഗതനായ വിശുദ്ധ ഡോൺ സൈമൻസൺ ഡമാസ്കസിലെ പ്രമുഖമായ ഒരു അറബ് ക്രിസ്ത്യൻ കുടുംബത്തിൽ 676 ജോൺ ജനിച്ചു. ഉമ്മയ്യദ് ഖലീഫേറ്റിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥനായിരുന്നു ജോണിൻ്റെ പിതാവ്. ഖലീഫ എന്നുള്ള ഉദ്യോഗപ്പേര് അല്ലെങ്കിൽ സ്ഥാനം അവിടുത്തെ മുസ്ലിം ഭരണാധികാരിയുടെ സ്ഥാനപ്പേരാണ്. ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലാണ് ജോണും പിന്നീട് ഡയമസിനും ശുശ്രൂഷിച്ചത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കോസ്മോസ് എന്ന സന്യാസിയായിരുന്നു ജോണിൻ്റെ അധ്യാപകൻ. പിതാവിൻ്റെ കാലശേഷം പിതാവ് വഹിച്ചിരുന്ന അതേ ജോലിയിൽ ജോൺ പ്രവേശിച്ചു. ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോഴും വിശ്വാസ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി മുന്നോട്ട് കൊണ്ടുപോയി. സ്വരൂപങ്ങൾ, അതായത് വിശുദ്ധരുടെ രൂപങ്ങൾ വെച്ച് വണങ്ങുന്ന രീതി അന്ന് വ്യാപകമായിരുന്നു. സ്വരൂപ വന്ദനവിനെതിരെ ബൈസന്റൈൻ ചക്രവർത്തി ക്രൂരമായ ശിക്ഷാ നടപടികൾ നടപ്പാക്കിയ കാലമായിരുന്നു. സ്വരൂപ വന്ദകരെ അനുകൂലിച്ചവരെ ആ ചക്രവർത്തി ക്രൂരമായി പീഡിപ്പിച്ചു. എന്നാൽ ഡമസ്യൻ ചക്രവർത്തിയുടെ ഈ നടപടിയെ ശക്തമായി എതിർത്തു. സ്വരൂപ വന്ദനത്തിന് അനുകൂലമായി അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി: സ്വരൂപ വന്ദനത്തെ അനുകൂലിച്ച് തിരുസ്വരൂപ വന്ദനത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ഡിസ്കോഴ്സ് ഓൺ സേക്രഡ് ഇമേജസ് എന്ന പേരിൽ 3 ലേഖനങ്ങൾ 730 അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 754 കൂടിയ ഹിരേര സുനദോസ് ജോണിൻ്റെ നിലപാടുകളെ അപലപിച്ചുവെങ്കിലും 787 കൂടിയ 2-ാം നിഖ്യാ സുനദോസ് ഹിരേര സുനദോസിൻ്റെ നിലപാടുകളെ തിരുത്തുകയും ജോണിൻ്റെ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുകയും ചെയ്തു. 730 ജോൺ ജെറുസലേമിലെ വിശുദ്ധ സബാസിൻ്റെ ആശ്രമത്തിൽ ചേർന്നു. ജെറുസലേം പാത്രിയർക്കീസ് അദ്ദേഹത്തിന് വൈദിക പട്ടം നൽകി. തൻ്റെ ആശ്രമവാസകാലം പഠനത്തിനും പുസ്തകരചനയിലും പ്രസംഗത്തിനുമായി അദ്ദേഹം വിനിയോഗിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അതുല്യമായിരുന്നു. ഇത് അദ്ദേഹത്തിന് ദ ഗോൾഡൻ ഒറേറ്റർ, സ്വർണ്ണ പ്രഭാഷൻ എന്ന പേര് സമ്പാദിച്ചു നൽകി. ഇദ്ദേഹം 150-ലധികം ഈടുറ്റ കൃതികൾ രചിച്ചു. അതിൽ ഏറ്റവും പ്രധാനമാണ് ദ സോഴ്സ് ഓഫ് നോളജ്, അറിവിൻ്റെ ഉറവിടങ്ങൾ എന്ന കൃതി. ദൈവമാതാവിനോട് ആഴമായ ഭക്തിയുള്ള ആളായിരുന്നു. ദൈവമാതാവിനെക്കുറിച്ച് നിരവധി ശ്രദ്ധേയമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. വിശുദ്ധരോടുള്ള ആദരവിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ സംഗ്രഹിക്കുന്നു: വിശുദ്ധർ ക്രിസ്തുവിൻ്റെ സ്നേഹിതരും ദൈവമക്കളും അവകാശികളുമാണ്. ആ നിലയിലാണ് അവരെ വന്ദിക്കേണ്ടത്. സ്വരൂപ വന്ദനവിനെ എതിർത്തിരുന്നവർ ജോണിനെ ഇല്ലായ്മ ചെയ്യുവാൻ അവസരം പാർത്തിരുന്നു. ലിയോ 3-ാമൻ ചക്രവർത്തി ഒരു വ്യാജ കത്ത് ഉണ്ടാക്കി ഖലീഫായ്ക്ക് അയച്ചു കൊടുത്തു. ജോൺ എഴുതിയതാണ് എന്ന് പറഞ്ഞാണ്
ആ കത്ത് അയച്ചു കൊടുത്തത്. ആ കത്തിൽ ഒരു സൈന്യവുമായി വന്നാൽ ഖലീഫായെ പരാജയപ്പെടുത്തി ഖലീഫായുടെ ഭരണത്തിലിരിക്കുന്ന ഡമാസ്കസ് ലിയോ ചക്രവർത്തിക്ക് അനായാസം പിടിച്ചെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. കോപിഷ്ഠനായ ഖലീഫ ജോണിൻ്റെ വലതുകരം ഛേദിച്ച് തെരുവിൽ തൂക്കിയിട്ടു. കുറേ ദിവസം കഴിഞ്ഞ് ജോൺ തൻ്റെ ഛേദിച്ച കരം പുനഃസ്ഥാപിക്കുന്നതിന് ദൈവമാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ഛേദിച്ചു കളഞ്ഞ കയ്യ് പൂർവ്വസ്ഥിതി പ്രാപിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ തനിക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് പ്രതിനന്ദിയായി ജോൺ വെള്ളിയിൽ തീർത്ത ഒരു കൈ താൻ പ്രാർത്ഥിച്ച ദൈവമാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ സമർപ്പിച്ചു. ഈ തിരുസ്വരൂപത്തെ 3 കരങ്ങളുള്ള മാതാവ് എന്നാണ് വിളിക്കുന്നത്. ഈ അത്ഭുത തിരുസ്വരൂപം ഗ്രീസിലെ മൗണ്ട് ആത്തോസിലുള്ള ഹിലാങ്ങൽ ആശ്രമത്തിൽ ഉണ്ട്. ഈ അത്ഭുതത്തെപ്പറ്റി അറിഞ്ഞ ഖലീഫ ജോണിനോട് മാപ്പ് പറയുകയും ഏതെങ്കിലും ഒരു ആനുകൂല്യം ആവശ്യപ്പെടുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. തന്നെ ഖലീഫയുടെ കീഴിലുള്ള ഉദ്യോഗത്തിൽ നിന്നും വിടുതൽ തരുന്നതായിരിക്കും തനിക്ക് ഏറ്റവും സന്തോഷമെന്ന് ജോൺ പറഞ്ഞു. 749 ഡിസംബർ 4 ഈ പുണ്യവാൻ നിര്യാതനായി. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ആംഗ്ലിക്കൻ സമൂഹങ്ങളും ലൂതർ സഭയും ഈ പുണ്യവാനെ വണങ്ങുന്നു. പ്രതിമ നിർമ്മാതാക്കളുടെയും ദൈവശാസ്ത്ര വിദ്യാർത്ഥികളുടെയും പ്രത്യേക മധ്യസ്ഥനാണ്. മാതാവിനോടുള്ള ഭക്തി വിശുദ്ധരെ വണങ്ങുന്നതിനും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിനും നമുക്ക് നല്ല മാതൃക. ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലും സത്യവിശ്വാസം ജീവിക്കാമെന്ന് കാണിച്ചു തന്ന പുണ്യവാന് ഒരു ഉത്തമ സന്യാസ വൈദികനായി ജീവിക്കുമ്പോഴും തൻ്റെ ശുശ്രൂഷകൾ മുടക്കം കൂടാതെ മാതൃകാപരമായി നിർവഹിച്ചു. ഡിസംബർ 5 വിശുദ്ധ സാബാസിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. സന്യാസ ശ്രേഷ്ഠനാണ് വിശുദ്ധ സാബാസ്. ഇദ്ദേഹത്തിൻ്റെ മാതാവ് സോഫിയ, പിതാവ് ജോൺ ഒരു മിലിറ്ററി കമാൻഡർ ആയിരുന്നു. ജോണിൻ്റെ മാതാപിതാക്കൾ സമൂഹത്തിൽ പൊതുസമ്മതരും കുലത്തിൽപ്പെട്ടവരും ആയിരുന്നു. സൈനികനായതുകൊണ്ട് ജോണിന് അലക്സാണ്ട്രിയയിലേക്ക് പോകേണ്ടി വന്നു. 5 വയസ്സുകാരനായ സബാസിനെ അമ്മാവൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കുട്ടിക്ക് 8 വയസ്സായപ്പോൾ ഫ്ലാവിൻ്റെ ആശ്രമത്തിൽ ചേർന്നു. സമർത്ഥനായ സാബാസ് വളരെ വേഗം എഴുത്തും വായനയും പഠിക്കുകയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടുകയും ചെയ്തു. മാതാപിതാക്കൾ സാബാസിനെ സന്യാസത്തിൽ നിന്നും പിന്മാറ്റി ഒരു കുടുംബസ്ഥനാക്കാൻ ശ്രമിച്ചുവെങ്കിലും സാബാസ് വഴങ്ങിയില്ല. 17-ാമത്തെ വയസ്സിൽ സാബാസ് സഭാവസ്ത്രം സ്വീകരിച്ചു. തുടർന്ന് 10 വർഷം ഫ്ലേവിയൻ ആശ്രമത്തിൽ താമസിച്ചു. തുടർന്ന് ജെറൂസലേമിലേക്ക് പോയി. മഹാനായ യുത്തിനിയസിൻ്റെ ആശ്രമത്തിൽ താമസിച്ച് ആശ്രമത്തിലെ ചില അന്തേവാസികളുടെ നടപടികൾ, പ്രത്യേകിച്ച് സുഖലോലുപതയുള്ള ആസക്തി സാബാസിനെ അസ്വസ്ഥനാക്കി. അദ്ദേഹം ആശ്രമം ഉപേക്ഷിച്ച് ഗദ്രോൻ നദീതീരത്തുള്ള ഒരു ഗുഹയിൽ ഏതാണ്ട് 5 വർഷം താമസിച്ചു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ധാരാളം സന്യാസാർത്ഥികൾ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം അവർക്കായി ഒരാശ്രമം സ്ഥാപിച്ചു. അദ്ദേഹത്തെ ജെറുസലേം പാത്രിയർക്കീസ് പലസ്തീനയിലുള്ള സന്യാസികളുടെ സുപ്പീരിയർ ജനറലായി നിയമിച്ചു. പിന്നീട് അദ്ദേഹം മറ്റനേകം ആശ്രമങ്ങൾ സ്ഥാപിച്ചു. അക്കാലത്ത് പ്രചാരം ലഭിച്ച ഏക സ്വഭാവവാദത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു. അദ്ദേഹത്തിൻ്റെ പുണ്യകരങ്ങൾ വഴി അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചു. 532 ഡിസംബർ 5 നിര്യാതനായി. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും ഈ പുണ്യവാനെ വണങ്ങുന്നു. ലോക ഇമ്പങ്ങൾ വെടിഞ്ഞ് സഭയുടെ വിശ്വാസ സംരക്ഷനായ പുണ്യപിതാവ്, സ്വയവിശുദ്ധിക്കൊപ്പം അനേകരെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് നയിച്ച പുണ്യവാന്, ഇദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഈ എപ്പിസോഡിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിശ്വാസം ജീവിച്ച് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയ 7 പുണ്യാത്മാക്കളെയാണ് അനുസ്മരിച്ചത്. അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ ത്യാഗം ഉണ്ടായിരുന്നു. സഹനം അവരേറ്റെടുത്തു. പ്രാർത്ഥനാ ജീവിതം നയിച്ചു. അവരൊക്കെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് വിശ്വാസം കാത്തവരാണ്. ഇവരുടെ മാതൃക നമുക്ക് പ്രചോദനം ആയിരിക്കട്ടെ. ഇവരെ നമുക്ക് നൽകിയ ദൈവപിതാവിന് നന്ദി പറയാം. വിശുദ്ധിയിലേക്ക് അല്പം കൂടി അടുക്കുവാനായിട്ട് ഇവരുടെയൊക്കെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.